ബംഗാളിലെ മമതയുടെ ആ പഴയ ഭരണം ഓർക്കുന്നുണ്ടോ? BJP താഴെയിറക്കും, ഡൽഹി തങ്ങളുടേതാക്കി മാറ്റുമെന്നൊക്കെ പറഞ്ഞ് അഹങ്കാരത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന മമതയ്ക്ക് ബംഗാൾ ജനതയെ വർഷങ്ങളോളം ദ്രോഹിച്ചതിന് ഒടുവിൽ കാലം കാത്തുവെച്ച 8ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. അവിടെ ജനങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾക്കും അക്രമങ്ങൾക്കും ഇലക്ഷനിലൂടെ അവർ കൊടുത്ത മറുപടി നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ മമതയെ സ്വന്തം പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ ഒരു സംഘം വിമതർ ചേർന്ന് കഴുത്തിന് പിടിച്ച് പുറത്താക്കിയിരിക്കുന്നു. മമതയെ മാത്രമല്ല, അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും പ്രതീകമായി വളർത്തിക്കൊണ്ടുവന്ന സ്വന്തം അനന്തരവൻ അഭിഷേക് ബാനർജിയെ സസ്പെൻഡും ചെയ്തിരിക്കുന്നു. ചോദിച്ചു വാങ്ങിയ ഈ വൻ തിരിച്ചടിയോടെ മമതയുടെ രാഷ്ട്രീയം അവസാനിക്കുകയാണോ? എന്താണ് ബംഗാളിൽ ശരിക്കും സംഭവിച്ചത്? മമതയ്ക്ക് ഈ ഗതി വരാൻ കാരണം എന്താണ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. മമതാ ബാനർജിക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ദയനീയ അവസ്ഥ ഒട്ടും അപ്രതീക്ഷിതമല്ല എന്ന് വേണം പറയാൻ. കാരണം ഇത് അവർ സ്വയം കുഴിച്ച കുഴിയിൽ വീണതാണ്. അധികാരം കയ്യിലുണ്ടായിരുന്നപ്പോൾ പ്രതിപക്ഷത്തെ അടിച്ചമർത്താനും ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങളെ കാറ്റിൽ പറത്താനുമാണ് അവർ ശ്രമിച്ചത്. ഓരോ ദിവസവും ബംഗാളിൽ നിന്ന് പുറത്തു വന്ന വാർത്തകൾ എന്തൊക്കെയായിരുന്നു? രാഷ്ട്രീയ കൊലപാതകങ്ങൾ, വോട്ടെടുപ്പിന് പിന്നാലെ ഉണ്ടാകുന്ന ക്രൂരമായ അക്രമങ്ങൾ, സാധാരണക്കാരന്റെ ജീവന് ഒരു വിലയുമില്ലാത്ത അവസ്ഥ. ഇതൊക്കെ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ച അഹങ്കാരത്തിനാണ് ബംഗാൾ ജനത കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൃത്യമായ മറുപടി നൽകിയത്. മമതയുടെ ജനവിരുദ്ധ ഭരണത്തിൽ മനം മടുത്ത ജനങ്ങൾ അവരെ അധികാരത്തിൽ നിന്ന് തൂത്തെറിഞ്ഞു. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന രാഷ്ട്രീയവും ജനക്ഷേമ പദ്ധതികളും ബംഗാളിലെ സാധാരണക്കാർ തിരിച്ചറിഞ്ഞപ്പോഴാണ് മമതയുടെ അഹങ്കാരത്തിന്റെ കോട്ടകൾ തകരാൻ തുടങ്ങിയത്. ജനങ്ങൾക്ക് സമാധാനപരമായ ജീവിതവും സുരക്ഷിതത്വവും ഉറപ്പു നൽകാൻ BJPക്ക് മാത്രമേ കഴിയൂ എന്ന് ബംഗാൾ ജനത ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ 15 വർഷത്തോളം നീണ്ട സ്വേച്ഛാധിപത്യ ഭരണം ജനങ്ങൾ അവസാനിപ്പിച്ചതോടെ മമതയുടെ രാഷ്ട്രീയ തകർച്ചയുടെ 1ാം അധ്യായം പൂർത്തിയായി. എന്നാൽ യഥാർത്ഥ ക്ലൈമാക്സ് വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഭരണം പോയതോടെ പാർട്ടിക്കുള്ളിൽ മമതയുടെ സ്വാധീനവും ഇല്ലാതായി. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊൽക്കത്തയിലെ ഒരു പ്രമുഖ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ച് നടന്ന സംഭവങ്ങൾ നാടകീയമായിരുന്നു. മമതയുടെ തന്നിഷ്ടപ്രകാരമുള്ള തീരുമാനങ്ങളിൽ മടുത്ത മുതിർന്ന നേതാക്കളും MLA-മാരും രഹസ്യയോഗം ചേരുകയും മമതാ ബാനർജിയെ തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയതായി പ്രഖ്യാപിക്കുകയുമായിരുന്നു. ഹൗറ സെൻട്രലിൽ നിന്നുള്ള മുതിർന്ന MLA അരൂപ് റോയിയെ പുതിയ അധ്യക്ഷനായി അവർ വാഴിച്ചു. പാർട്ടി സ്വന്തം തറവാട്ട് സ്വത്ത് പോലെ കൊണ്ടു നടന്ന മമതയ്ക്ക് ഇതൊരു ഞെട്ടിക്കുന്ന നീക്കമായിരുന്നു. പാർട്ടി ഭരണഘടനയെ അനുസരിച്ച് 3 വർഷം കൂടുമ്പോൾ വർക്കിംഗ് കമ്മിറ്റി പുനഃസംഘടിപ്പിക്കപ്പെടേണ്ടതുണ്ടായിരുന്നു. എന്നാൽ 2022 ശേഷം പുതിയ കമ്മിറ്റി ഉണ്ടാക്കാൻ മമത ഭയന്നു. അധികാരം കൈവിട്ടു പോകുമെന്ന പേടിയായിരുന്നു അവർക്ക്. ഒടുവിൽ വിമതർ 30 അംഗങ്ങളുള്ള പുതിയ കമ്മിറ്റി ഉണ്ടാക്കി പാർട്ടിയുടെ കൺട്രോൾ കൈക്കലാക്കി. ഫിർഹാദ് ഹക്കീം, അരൂപ് വിശ്വാസ് തുടങ്ങിയ മമതയുടെ വിശ്വസ്തർ പോലും ഇപ്പോൾ മമതയെ കൈവിട്ട് വിമതർക്കൊപ്പം ചേർന്നു എന്നത് ദീദിയുടെ രാഷ്ട്രീയ നിലനിൽപ്പ് എത്രത്തോളം ദയനീയമാണെന്ന് കാണിച്ചു തരുന്നു. കൂടാതെ പാർട്ടിയുടെ പണം മമതയും കുടുംബവും എങ്ങനെ ചെലവാക്കിയെന്ന് കണ്ടെത്താൻ ഒരു സ്വതന്ത്ര ഓഡിറ്ററെ വെക്കാനും പുതിയ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അതായത് നാളെകളിൽ വലിയ അഴിമതി കഥകൾ ഇനിയും പുറത്തുവരാൻ പോകുന്നുവെന്ന് ചുരുക്കം. മമതയ്ക്ക് ഏറ്റവും അധികം വേദനിച്ച മറ്റൊരു നീക്കം തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി വളർത്തിക്കൊണ്ടുവന്ന സ്വന്തം അനന്തരവൻ അഭിഷേക് ബാനർജിയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതാണ്. കുടുംബഭരണം നടത്തി പാർട്ടിയെ മുഴുവൻ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചതിനുള്ള തിരിച്ചടിയാണിത്. ബംഗാളിൽ മാത്രമല്ല, ഡൽഹിയിലെ ദേശീയ രാഷ്ട്രീയത്തിലും മമത ഇപ്പോൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. നിയമസഭയിൽ 65ഓളം MLA-മാരുടെ പിന്തുണ തങ്ങൾക്കുണ്ടെന്നാണ് വിമതർ അവകാശപ്പെടുന്നത്. അതിലും വലിയ ദുരന്തം സംഭവിച്ചത് ലോക്സഭയിലാണ്. ആകെ ഉണ്ടായിരുന്ന 28 TMC MP-മാരിൽ 20 പേര് മമതയെ തള്ളിപ്പറഞ്ഞ് പാർട്ടി വിട്ടു. അവർ നേരെ പോയി നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ ലയിക്കുകയും കേന്ദ്രത്തിലെ BJP സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഡൽഹിയിൽ ചെന്ന് സിംഹഗർജനം നടത്തിയിരുന്ന മമതയുടെ കൂടെ ഇപ്പോൾ വിരലിലെണ്ണാവുന്ന MP-മാർ മാത്രമാണുള്ളത്. ഈ പുതിയ വിവരങ്ങൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഔദ്യോഗികമായി അറിയിക്കാനുള്ള നീക്കത്തിലാണ് വിമതർ. ചുരുക്കത്തിൽ മമതയ്ക്ക് ഇനി പാർട്ടിയുടെ പേരോ ചിഹ്നമോ പോലും അവകാശപ്പെടാൻ കഴിയാത്ത അവസ്ഥയാണ്. നരേന്ദ്രമോദിജിയുടെ ശക്തമായ നേതൃത്വത്തിന് മുന്നിൽ വികസനത്തിന്റെ രാഷ്ട്രീയം പറയാനില്ലാതെ വെറും അക്രമ രാഷ്ട്രീയവും അഹങ്കാരവും മാത്രം കൈമുതലാക്കി മുന്നോട്ടു പോയ മമതാ ബാനർജിക്ക് ഇതിലും വലിയ തകർച്ച ഇനി വരാനില്ല. അഹങ്കാരമൊടുവിൽ മനുഷ്യനെ എവിടെ എത്തിക്കുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് പശ്ചിമ ബംഗാളിൽ ഇന്ന് നമ്മൾ കാണുന്നത്. ഭരണം പോയി, പാർട്ടിയും പോയി, ഡൽഹിയിൽ ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസ്ഥയിലായി. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, ഒരു കാര്യം വ്യക്തമാണ്. ജനാധിപത്യത്തിൽ ജനങ്ങളെയും സഹപ്രവർത്തകരെയും മറന്ന് അഹങ്കാരത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചാൽ ഒടുവിൽ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലായിരിക്കും സ്ഥാനമെന്നതിന്റെ ഏറ്റവും വലിയ പാഠപുസ്തകമായി മമതാ ബാനർജി മാറിയിരിക്കുകയാണ്. എതിരാളികളെ അടിച്ചമർത്താമെന്ന് കരുതിയവർക്ക് സ്വന്തം അണികൾ തന്നെ പണി കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഡൽഹി പിടിക്കാൻ നടന്നവർക്ക് ഇന്ന് സ്വന്തം വീട് പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയായി.
ദേശീയ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദി എന്ന ശക്തനായ നേതാവിന്റെ വികസന തരംഗത്തെയും കൃത്യമായ രാഷ്ട്രീയ തന്ത്രങ്ങളെയും നേരിടാൻ വെറും അട്ടഹാസങ്ങളും അക്രമ രാഷ്ട്രീയവും മാത്രം പോരാ എന്ന യാഥാർത്ഥ്യം ദീദി വളരെ വൈകിയാണ് മനസ്സിലാക്കിയത്. കടിച്ചതിനേക്കാൾ വലിയത് വിഴുങ്ങാൻ നോക്കിയാൽ എന്താണ് സംഭവിക്കുക എന്ന് ഇപ്പോഴത്തെ ഈ നാണം കെട്ട പുറത്താക്കലിലൂടെ വ്യക്തമായി കഴിഞ്ഞു. ഇതൊരു വലിയ രാഷ്ട്രീയ ഗുണപാഠമാണ്. അധികാരം ശാശ്വതമാണെന്ന് കരുതി അഹങ്കരിക്കുന്ന ഏതൊരു ഭരണാധികാരിക്കും കാലം കരുതി വെക്കുന്ന തിരിച്ചടിയാണിത്. നിയമം കയ്യിലെടുക്കാനും ജനാധിപത്യ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കാനും ശ്രമിച്ചാൽ ഒടുവിൽ ജനങ്ങളും സ്വന്തം പാർട്ടിയും ഒരുപോലെ കൈവിടുമെന്ന് മമതാ ബാനർജി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ടാകും. കേന്ദ്ര സർക്കാരിന്റെയും നരേന്ദ്രമോദിജിയുടെയും ജനക്ഷേമ പദ്ധതികളെ ബംഗാളിന്റെ മണ്ണിൽ തടഞ്ഞു നിർത്താൻ നോക്കിയതിന്റെ പരിണിത ഫലമാണ് നാം ഇപ്പോൾ കാണുന്നത്. വികസനത്തിന്റെ രാഷ്ട്രീയം ജനങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അതിനെ അക്രമം കൊണ്ട് നേരിടാൻ നോക്കിയതാണ് ദീദിക്ക് പറ്റിയ ഏറ്റവും വലിയ അമളി. സ്വന്തം അണികൾക്ക് പോലും വിശ്വാസമില്ലാത്ത ഒരു നേതാവായി മമത മാറിയത് വളരെ പെട്ടെന്നല്ല, മറിച്ച് വർഷങ്ങളായി അവർ കാണിച്ചു കൂട്ടിയ തന്നിഷ്ടങ്ങളുടെ ഫലമായാണ്. ഒരു ഭാഗത്ത് വികസന കുതിപ്പുമായി രാജ്യം മുന്നോട്ടു പോകുമ്പോൾ മറുഭാഗത്ത് വെറും രാഷ്ട്രീയ പകപോക്കലുകൾ മാത്രം വിറ്റുജീവിക്കാൻ നോക്കിയാൽ ജനങ്ങൾ വലിച്ചു താഴെയിടുമെന്നതിന് ഇതിനും വലിയ ഉദാഹരണം വേറെയുണ്ടോ? സ്വന്തം കുടുംബത്തിലേക്ക് മാത്രം അധികാരം കേന്ദ്രീകരിക്കാൻ നോക്കിയപ്പോൾ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്ക് തോന്നിയ ആത്മാഭിമാനമാണ് ഈ പിളർപ്പിലേക്ക് വഴിമാറിയത്. അധികാരത്തിന്റെ അഹങ്കാരത്തിൽ ആകാശത്തോളം ഉയർന്നു പറന്നവർ ഒടുവിൽ നിലം പൊത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദമുണ്ട്. അതിപ്പോൾ ബംഗാളിന്റെ മണ്ണിൽ നിന്ന് കൃത്യമായി കേൾക്കാം. അതെ, കഥയറിയാതെ ആട്ടം കണ്ടവർക്ക് ഇപ്പോഴും കാര്യം മനസ്സിലായിട്ടുണ്ടാകില്ല. ഒരു കാലത്ത് ദിവസവും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ എന്തോരം അഭ്യാസങ്ങളായിരുന്നു കൊൽക്കത്തയിൽ നമ്മൾ കണ്ടത്. കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെയും വെല്ലുവിളിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ താൻ പ്രമാണിത്വം ചമഞ്ഞു നടന്ന പശ്ചിമ ബംഗാളിന്റെ ആ പഴയ ദീദി മമതാ ബാനർജി ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നുവെന്ന് നോക്കൂ. ഭരണം പോയി, ജനങ്ങൾ അടിച്ചു പുറത്താക്കി. അതിനു പിന്നാലെ ഇതാ സ്വന്തം ചോരയും നീരും നൽകിയുണ്ടാക്കിയ പാർട്ടിയും കൈവിട്ടുപോയിരിക്കുന്നു. എല്ലാം അവസാനിപ്പിച്ച് ദീദി രാഷ്ട്രീയ വനവാസത്തിന് ഒരുങ്ങുകയാണോ?